അടുത്തിടെ, ശേഷം, ഇതിനകം, എത്രയും പെട്ടെന്ന്, അവസാനം. ഈ വാക്കുകളെല്ലാം കോമൺ ആയിട്ട് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ്. ഇതിന് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സോ അടുത്തിടെ എന്നുള്ളതിന് നമുക്ക് റീസെൻ്റ്ലി എന്ന് പറയാം. റീസെൻ്റ്ലി എന്ന് വെച്ചാൽ അടുത്തിടെ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ശേഷം എന്നുള്ളതിന് നമുക്ക് ആഫ്റ്റർവേർഡ്സ്, അതുപോലെ തന്നെ ലേറ്റർ എന്നീ വാക്കുകൾ യൂസ് ചെയ്യാം. പിന്നീട് എന്നുള്ള അർത്ഥത്തിൽ, ശേഷം എന്നുള്ള അർത്ഥത്തിലും ആഫ്റ്റർവേർഡ്സ്, ലേറ്റർ എന്നീ വാക്കുകൾ യൂസ് ചെയ്യാം. ഇനി ഇതിനകം എന്നുള്ളതിന് പകരം നമുക്ക് ഓൾറെഡി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഓൾറെഡി, ഇതിനകം, അതായത് നേരത്തെ കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ, നേരത്തെ തന്നെ, ഇതിനകം എന്നുള്ള അർത്ഥത്തിൽ ഓൾറെഡി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഇനി എത്രയും പെട്ടെന്ന് എന്നുള്ളതിന് നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഇമ്മീഡിയറ്റ്ലി, ഇമ്മീഡിയറ്റ്ലി, എത്രയും പെട്ടെന്ന്. ഇനി അവസാനം എന്നുള്ളതിന് പകരം എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. English Mitra. Stop worrying, start learning.